നമസ്കാരം. ചലഞ്ചർ ആപ്പിന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് കറണ്ട് അഫേഴ്സിന്റെ ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ്. എസ്പെഷ്യലി പല കൃതികളും അവയുടെ കർത്താക്കളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അതിന്റെ രണ്ടാം ഭാഗമാണ്. അതിന്റെ രണ്ടാം ഭാഗത്തിലും ഏറെക്കുറെ ഒരു 30ഓളം സാഹിത്യകാരന്മാരെ കുറിച്ചും പ്രധാനപ്പെട്ട 2023 ശ്രദ്ധിക്കേണ്ട കൃതികളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട് എഴുതി എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ സാഹിത്യം രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട്, അതായത് 31ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ആയിക്കൊണ്ട് ഒരു ഡൗട്ട് ഒരു കുട്ടി ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ 5ാമത്തെ ചോദ്യമായിരുന്നു 2023 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത കവിയും കശ്മീരിൽ നിന്നുള്ള ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണെന്നുള്ളത്. അപ്പൊ അതിന് ഉത്തരം റഹ്മാൻ രാഹി ആയിരുന്നു. ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2007 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2004 2007 ONVക്കല്ലേ അവാർഡ് ലഭിച്ചു എന്നുള്ളൊരു സംശയം ഇത് താഴെ കമന്റ് ആയി വന്നിരുന്നു. അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പൊ മനസ്സിലാക്കാം, ഈ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് പലപ്പോഴും അതത് വർഷങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഒന്നല്ല. ഉദാഹരണത്തിന് 2004 ജ്ഞാനപീഠ പുരസ്കാരം 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ 2007 പ്രഖ്യാപിച്ചത്. 2007 ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചത് 2010 അപ്പോ പലപ്പോഴും നമ്മളിങ്ങനെ ഫാക്ട്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഏത് വർഷമാണ് പ്രഖ്യാപിച്ചത്, ആ വർഷത്തെ ഡേറ്റ് അല്ലെങ്കിൽ ആ വർഷം വെച്ചിട്ടാണെങ്കിൽ പലപ്പോഴും ഇത് കാണാറുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് ഏത് വർഷത്തിന് വേണ്ടിയിട്ടാണ് ആ വർഷം പ്രഖ്യാപിച്ചത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറയുന്നു. മനസ്സിലാക്കുക, റഹ്മാൻ റായി കശ്മീരി ഭാഷയിൽ എഴുതുന്ന റഹ്മാൻ റായിക്ക് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചത് 2007 പ്രഖ്യാപിച്ചത് 2007 പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് നൽകിയത് 2004 വേണ്ടിയിട്ടാണ്. അതായത് 2004 ജ്ഞാനപീഠ പുരസ്കാരം 2007 പ്രഖ്യാപിക്കുകയുണ്ടായി. മനസ്സിലായില്ലേ? അപ്പോ ഇദ്ദേഹം ഏത് വർഷത്തിനാണ് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 2004 40ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. അതുപോലെ തന്നെയാണെങ്കിൽ ONV കുറുപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന്റെ ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചത് 2010 പക്ഷേ 2007 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകിയത്. അപ്പൊ 2007 ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചത് 2010 അദ്ദേഹത്തിന് ആക്ച്വലി ഇത് ഏത് വർഷത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു? 2007 43ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം കേട്ടോ, ONV കുറുപ്പ് മലയാളം. അപ്പൊ ഈ രണ്ട് ഫാക്ട് ഒരു ക്ലാരിഫിക്കേഷൻ ആയിക്കൊണ്ട് മനസ്സിലാക്കാം. അപ്പൊ ഇനി നമുക്ക് 31ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്: 1971 ബംഗ്ലാദേശ് വിമോചന സമരവുമായി ബന്ധപ്പെട്ട് വാർ ആൻഡ് വിമൻ എന്ന കൃതി രചിച്ചതാരാണ്? വാർ ആൻഡ് വുമൺ എന്ന് പറയുന്ന കൃതി രചിച്ചതാരാണ്? MM ഹസൻ. ആരാണ്? MM ഹസൻ. രാഷ്ട്രീയക്കാരനാണ്, കോൺഗ്രസ് നേതാവാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, MM ഹസൻ കേട്ടോ. വാർ ആൻഡ് വുമൺ. നെക്സ്റ്റ്, 2023 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരി സാറാ തോമസിന്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സാറാ തോമസിന് 1979 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമാക്കിയ കൃതി ഏതാണ്? അതായത് 2023 മാർച്ച് മാസത്തിൽ അന്തരിച്ച പ്രശസ്ത മലയാളി എഴുത്തുകാരിയായിട്ടുള്ള സാറാ തോമസിന് 1979 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. ഏത് കൃതിക്കാണ് അവർക്ക് അവാർഡ് ലഭിച്ചതെന്നതാണ് ചോദ്യം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തരം നാർമടിപ്പുടവ. നാർമടിപ്പുടവ വളരെ പ്രധാനപ്പെട്ടതാണ്. PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നാർമടിപ്പുടവ ആരാണ് അതിന്റെ കഥാകൃത്ത് അല്ലെങ്കിൽ എഴുത്തുകാരി എന്നുള്ളത് മനസ്സിലാക്കുക. സാറാ തോമസ് ആണ്. കഴിഞ്ഞ വർഷം അവര് മരിച്ചു എന്ന് അറിഞ്ഞിരിക്കാം. 33ാമത്തെ ചോദ്യം: കോട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻസ് ഓഫ് എംപയർ. കോട്ടിംഗ് ഇന്ത്യ, ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻസ് ഓഫ് എംപയർ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഈ ഗ്രന്ഥം രചിച്ചത് ആരാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം നന്ദിനി ദാസ്. ആരാണ് നന്ദിനി ദാസ്? നന്ദിനി ദാസ് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്, ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആണ് നന്ദിനി ദാസ്. മനസ്സിലാക്കാം. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ഫോർ ഗ്ലോബൽ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ്. എന്താണ്? 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് ഫോർ ഗ്ലോബൽ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ജേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയായിരുന്നു? നന്ദിനി ദാസിനെ ആയിരുന്നു. അതിന് ആ ഒരു അവാർഡ് നൽകാൻ കാരണമായിട്ടുള്ള പുസ്തകം ഇതാണ്,
കോട്ടിംഗ് ഇന്ത്യ ഇംഗ്ലണ്ട്, മുഗൾ ഇന്ത്യ ആൻഡ് ദി ഒറിജിൻസ് ഓഫ് എംപയർ എന്ന് പറയുന്ന പുസ്തകമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, മറക്കാൻ പാടില്ല. നന്ദിനി ദാസയ്ക്ക്. 34 പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ, പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചതാരാണ്? വളരെ ക്യാച്ചി ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷനാണ്, ഒരു ടൈറ്റിലാണ്, മറക്കാൻ പാടില്ല. പെലെയും മറഡോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന ചെറുകഥ രചിച്ചത് ആരാണെന്നതാണ് ചോദ്യോത്തരം. സുധീർ കുമാർ ആണ് ഇതിന് ഉത്തരം കേട്ടോ. സുധീർ കുമാർ, മറക്കാൻ പാടില്ല. ഓക്കെ, അടുത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായ പ്രശസ്ത മലയാള ബാലസാഹിത്യകാരൻ 2023 ഏപ്രിൽ അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? സമഗ്ര സംഭാവനക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്. ഓക്കെ, പ്രശസ്ത മലയാള ബാലസാഹിത്യകാരൻ 2023 ഏപ്രിൽ മാസം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് KV രാമനാഥൻ. ആരാണ്? KV രാമനാഥൻ. മനസ്സിലാക്കാം. ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് 10 വർഷം മുമ്പ് ലഭിച്ചു. 2014 ലഭിച്ചു. ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2014 ലഭിച്ച എഴുത്തുകാരാണ് KV രാമനാഥൻ. ഓക്കെ, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി എൻഡോവ്മെന്റ് അവാർഡ്, കേരള സാഹിത്യ അക്കാദമി എൻഡോവ്മെന്റ് അവാർഡ് അദ്ദേഹത്തിന് 1994 ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് ആ അവാർഡ് ലഭിക്കാൻ ഇടയാക്കിയ കൃതിയാണ് അത്ഭുത നീരാളി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം. എന്താണ്? അത്ഭുത നീരാളി. മറക്കാൻ പാടില്ല. ബാലസാഹിത്യകാരനാണ് KV രാമനാഥൻ കേട്ടോ. അത്ഭുത നീരാളി അദ്ദേഹത്തിന്റെ പുസ്തകം കൂടിയാണ്. മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നത് ഏത് കേരള മുൻ മന്ത്രിയുടെ അനുഭവക്കുറിപ്പുകളുടെ സമാഹരണമാണ്? കഴിഞ്ഞ മാസത്തിൽ നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതുപോലെ തന്നെ MP രാജേഷിന്റെയും മുല്ലക്കര രത്നാകരന്റെയും C ദിവാകരന്റെയും പുസ്തകങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നും നമ്മൾ ഒരു മുൻ മന്ത്രിയുടെ പുസ്തകം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വളരെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന മുൻ മന്ത്രിയാണ്. മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന പുസ്തകം കേരളത്തിന്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KK ശൈലജ ടീച്ചറുടെ പുസ്തകമാണ്. മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്നത് അവരുടെ പുസ്തകമാണ്. അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം, എന്റെ പ്രിയ കഥകൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാണ്? PS ശ്രീധരൻപിള്ള. നമുക്ക് എല്ലാവർക്കും അറിയാം, മുൻ മിസോറാം ഗവർണർ ആയിരുന്നു, നിലവിൽ ഗോവ ഗവർണറാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകമാണ് എന്റെ പ്രിയ കഥകൾ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ഏറെക്കുറെ 210ഓളം പുസ്തകങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകമാണ് എന്റെ പ്രിയ കഥകൾ എന്ന് പറയുന്ന പുസ്തകമാണ്. എന്റെ പ്രിയ കഥകൾ. യെസ്, നിൽക്കും. Made in India 75 year of business and enterprise. Okay, Made in India 75 year of business and enterprise എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാണ്? ഇതും വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട, നാഷണൽ ലെവലിലൊക്കെ ഒത്തിരി ശ്രദ്ധ ആകർഷിച്ച, നമ്മൾ പലപ്പോഴും PSCക്ക് വേണ്ടി പഠിച്ചിട്ടുള്ള, PSCയുടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അമിതാഭ് കാന്ത് അല്ലെ? ആരായിരുന്നു അമിതാഭ് കാന്ത്? നിതി ആയോഗ് എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അല്ലെ? അതിന്റെ CEO ആയിരുന്നു ആര്? അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ആര്? അമിതാഭ് കാന്ത് കേട്ടോ. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയർ ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് എന്ന് പറയുന്ന പുസ്തകം. അമിതാഭ് കാന്ത്. ഒക്കെ, താക്കോൽ എന്താണ്? താക്കോൽ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഇതാണ് ചോദ്യം. താക്കോൽ എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആനന്ദ്. അപ്പൊ ഇവിടെ എന്റെ ചോദ്യം, ആനന്ദ് എന്ന് പറയുന്നത് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്, നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആനന്ദ് എന്ന് പറയുന്നത് ഒരു കഥാകൃത്തിന്റെ അപരനാമമാണല്ലേ? ഈ അപരനാമത്തിൽ അറിയപ്പെടുന്ന കഥാകൃത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? അദ്ദേഹത്തിന്റെ റിയൽ നെയിം എന്താണെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആനന്ദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നോവലിസ്റ്റിന്റെ എഴുത്തുകാരന്റെ യഥാർത്ഥ നാമം എന്തെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ. താക്കോൽ എന്ന നോവൽ രചിച്ചത് ആനന്ദാണ്. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന് ഈ പുസ്തകം പുറത്തിറങ്ങിയത്. ഉപ്പുപാടത്തെ ചന്ദ്രോദയം. എന്താണ്? ഉപ്പുപാടത്തെ ചന്ദ്രോദയം എന്ന കൃതി രചിച്ചതാരാണ്? ഉപ്പുപാടത്തെ ചന്ദ്രോദയം എന്ന് പറയുന്ന കൃതി രചിച്ചത് KT ജലീൽ. വീണ്ടും മുൻമന്ത്രി കടന്നു വരുന്നു. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 6ാമത്തെ മുൻമന്ത്രിയാണ് KT ജലീൽ. എന്താണ്? ഉപ്പുപാടത്തെ ചന്ദ്രോദയം. മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ഉപ്പുപാടത്തെ ചന്ദ്രോദയം എഴുതിയ KT ജലീൽ. നെക്സ്റ്റ്, ONV കുറുപ്പിന്റെ പ്രശസ്ത കവിതാ സമാഹാരം അക്ഷരം. എന്താണ്? കവിതാ സമാഹാരത്തിന്റെ പേരെന്താ? അക്ഷരം.
കന്നഡയിലേക്ക് മൊഴി മാറ്റിയത്. അപ്പൊ അക്ഷരം എന്നുള്ള പേരിലാണ് കന്നഡയിലേക്ക് മൊഴി മാറ്റിയിരിക്കുന്നത്. അത് മൊഴി മാറ്റിയത് ആരാണ്? സുഷമ ശങ്കർ. സുഷമ ശങ്കർ. ONV കുറുപ്പിന്റെ പ്രശസ്ത കവിതാ സമാഹാരം അക്ഷരം കന്നഡയിലേക്ക് മൊഴി മാറ്റിയത് സുഷമ ശങ്കർ ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, കാലശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ. ശാസനങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ, കേരള ചരിത്രം പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്ന കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വനിതയാണ് ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത്. അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം ശാസനകൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധൻ എന്ന ഗ്രന്ഥം രചിച്ചത് ചെറായി രാമദാസ്. ആരാണ്? ചെറായി രാമദാസ്. ചെറായി രാമദാസ് ആരായിരുന്നു? ദാക്ഷായണി വേലായുധൻ സ്വതന്ത്ര സമര സേനാനിയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ അംഗമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിരുന്നു ദാക്ഷായണി വേലായുധൻ. കേട്ടോ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാം. ഓക്കെ, അക്കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു? ദാക്ഷായണി വേലായുധൻ. യെസ്. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളത്തിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പൊ കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രിയ AS. ആർക്കാണ്? പ്രിയ AS. ഓക്കെ. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. എന്താണ്? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം. കണ്ടോ, പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതിക്കാണ് ഈ ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. 45, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളത്തിലെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? മലയാളത്തിലെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഉത്തരം ഗണേഷ് പുത്തൂർ. മലയാളത്തിലെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഗണേഷ് പുത്തൂരിനാണ്. അച്ഛന്റെ അലമാര. എന്താണ്? അച്ഛന്റെ അലമാര എന്ന കവിതാ സമാഹാരത്തിനാണ് ഗണേഷ് പുത്തൂരിന് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നമ്മൾ 2 പഠിച്ചു. ബാലസാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, മലയാളത്തിലുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തി. ഓക്കെ, ആരായിരുന്നു അത്? ഉത്തരം എന്തായിരുന്നു? പ്രിയ AS അല്ലെ. അവരുടെ പുസ്തകത്തിന്റെ പേരെന്തായിരുന്നു? പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. അതുപോലെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? ഗണേഷ് പുത്തൂർ. എന്താണ് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിന്റെ പേര്? അച്ഛന്റെ അലമാര. യെസ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടർ ആനന്ദിബായ് ജോഷിയെ കുറിച്ച് എഴുതിയ ആനന്ദിബായ് ജോഷി എ ലൈഫ് ഇൻ പോയംസ്. എന്താണ്? ആനന്ദിബായ് ജോഷി എ ലൈഫ് ഇൻ പോയംസ് എന്ന കാവ്യ സമാഹാരം രചിച്ചത് ആരാണ്? ഉത്തരം ശിഖ മാളവ്യ. ഇവിടെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡോക്ടറുമായി ബന്ധപ്പെട്ട് ആനന്ദിബായ് ജോഷിയുമായി ബന്ധപ്പെട്ട് 2 ഫാക്ട് പഠിക്കാനുണ്ട്. ഒന്ന്, അവരെ കുറിച്ച് എഴുതിയ ഈ പുസ്തകത്തിന്റെ പേര് ആനന്ദിബായ് ജോഷി എ ലൈഫ് ഇൻ പോയംസ് എന്നുള്ളതാണ്. ഇവർ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടർ അല്ലെ. ആനന്ദിബായ് ജോഷി എ ലൈഫ് ഇൻ പോയംസ് എന്നുള്ള പുസ്തകം, അതായത് കവിതാ സമാഹാരം എഴുതിയത് ശിഖ മാളവ്യാണ്. എന്നാൽ ആനന്ദി ഗോപാൽ ജോഷിയുടെ ജീവിതത്തെ കുറിച്ചുള്ള നാടകത്തിന്റെ പേരെന്നാണ്. ഇവരുടെ ജീവിതത്തെ കുറിച്ചുള്ള നാടകത്തിന്റെ പേരെന്നാണ് ആനന്ദി. ആ നാടകം സംവിധാനം ചെയ്ത ആരാണ്? സുനിൽ മാങ്ങാട്ട്. കേട്ടോ, സുനിൽ മാങ്ങാട്ടിനെ കുറിച്ച് മുമ്പ് നമ്മൾ പഠിച്ചിട്ടില്ലാണ്, കഴിഞ്ഞ വർഷങ്ങളൊക്കെ പഠിച്ചിട്ടില്ലാണ്. അപ്പൊ സുനിൽ മാങ്ങാട്ടാണ് ആനന്ദി എന്ന് പറയുന്ന ആനന്ദി ഗോപാൽ ജോഷിയുടെ ജീവിതത്തെ കുറിച്ചുള്ള നാടകമായിട്ടുള്ള ആനന്ദി സംവിധാനം ചെയ്തിരിക്കുന്നത്. ശിഖ മാളവിയാണ് ആനന്ദിബായ് ജോഷി എ ലൈഫ് ഇൻ പോയംസ് എന്നുള്ള പുസ്തകം രചിച്ചത്. നെക്സ്റ്റ്, കേരളത്തിന്റെ ഗുൽസാരി. വളരെ 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 പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് ചെയ്തോണേ, മറക്കാൻ പാടില്ല. കേരളത്തിന്റെ ഗുൽസാരി. നമ്മൾ പഠിക്കുന്ന 7ാമത്തെ രാഷ്ട്രീയക്കാരനും 2ാമത്തെ മുഖ്യമന്ത്രിയുടെയും ഒരു പുസ്തകമാണിത്. കേരളത്തിന്റെ ഗുൽസാരി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ഉമ്മൻചാണ്ടി. കേട്ടോ, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അദ്ദേഹം എഴുതിയ വിവിധ കൃതികളെ കുറിച്ച് നമുക്ക് ഇതിനെ കൂടുതൽ അറിഞ്ഞിരിക്കാനുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, ഉമ്മൻചാണ്ടിയുടെ മറ്റു പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഒന്ന്, ചങ്ങല ഒരുങ്ങുന്നു. എന്താണ്? ചെങ്ങല ഒരുങ്ങുന്നു. ഒന്ന്, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ. 2ാമത്തെയാണ് പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ. 3, മറുപടിയില്ലാത്ത കത്തുകൾ. ചെങ്ങല ഒരുങ്ങുന്നു, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, മറുപടിയില്ലാത്ത കത്തുകൾ. ഇതെല്ലാം എഴുതുന്നവരാണ്? ഉമ്മൻചാണ്ടിയാണ്. ഇനി ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കൃതികളാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള കൃതികളും ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററികളൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആണ് ടച്ചിങ് ദ സോൾ. എന്താണ്? ടച്ചിങ് ദ സോൾ. ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആണ് ടച്ചിങ് ദ സോൾ. ഇത് തയ്യാറാക്കിയത് ആരാണ്? വിനോദ് മങ്കര. ആരാണ്? വിനോദ് മങ്കര. ടച്ചിങ് ദ സോൾ തയ്യാറാക്കിയത്
വിനോദ് മങ്കര. 2 ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ എഴുതിയ ജീവചരിത്രപരമായിട്ടുള്ള കൃതി. ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ എഴുതിയ ജീവചരിത്രപരമായിട്ടുള്ള കൃതിയാണ് തുറന്നിട്ട വാതിൽ. ഏതാണ്? തുറന്നിട്ട വാതിൽ. ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ എഴുതിയ ജീവചരിത്രപരമായിട്ടുള്ള കൃതിയാണ് തുറന്നിട്ട വാതിൽ. തുറന്നിട്ട വാതിൽ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല കേട്ടോ. ജീവചരിത്രപരമായിട്ടുള്ള കൃതിയാണ്. അതോടൊപ്പം തന്നെയാണെങ്കിൽ PT ചാക്കോയും ഡോക്ടർ CC തോമസും ചേർന്ന് ഉമ്മൻചാണ്ടിയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് എ ഗ്രേഷ്യസ് വോയിസ് ലൈഫ് ഓഫ് ഉമ്മൻചാണ്ടി. എ ഗ്രേഷ്യസ് വോയിസ് ലൈഫ് ഓഫ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് PT ചാക്കോയും ഡോക്ടർ CC തോമസും ആണ്. മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. ഏതാണ്? കാലം സാക്ഷി. അപ്പോ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ പഠിച്ചു, കാലം സാക്ഷി. ഉമ്മൻചാണ്ടിയെ കുറിച്ച് PT ചാക്കോ എഴുതിയ ജീവചരിത്രപരമായിട്ടുള്ള പുസ്തകമാണ് തുറന്നിട്ട വാതില്. അതുപോലെ തന്നെയാണെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയാണ് ടച്ചിങ് ദ സോൾ എന്ന് പറയുന്നത്. തയ്യാറാക്കിയത് വിനോദ് മങ്കര. ചെങ്ങല ഒരുങ്ങുന്നു, പോരാട്ടത്തിന് ദിനാത്രങ്ങൾ, മറുപടി ഇല്ലാത്ത കത്തുകൾ, കേരളത്തിന്റെ ഗുൽസാരി. ഇത്രയും കൃതികൾ, പുസ്തകങ്ങൾ ആരുടെയാണ്? ഉമ്മൻചാണ്ടിയുടെയാണ് കേട്ടോ. ഉമ്മൻചാണ്ടിയുടെയാണ്. ഇനി അറിഞ്ഞിരിക്കുക കുഞ്ഞുഞ്ഞു കഥകൾ. എന്താണ്? കുഞ്ഞുഞ്ഞു കഥകൾ അല്പം കാര്യങ്ങളും എന്ന കുഞ്ഞുഞ്ഞു കഥകൾ അല്പം കാര്യങ്ങളും എന്ന ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള പുസ്തകം എഴുതിയതാരാണ്? അതാരാണ്? PT ചാക്കോ. അപ്പൊ PT ചാക്കോ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതുന്ന മൂന്നാമത്തെ പുസ്തകമാണിത്. കുഞ്ഞുഞ്ഞു കഥകൾ അല്പം കാര്യങ്ങളും എന്ന ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള പുസ്തകം എഴുതിയതാരാണ്? PT ചാക്കോ കേട്ടോ. ഇനി ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ നേരത്തെ കാലം സാക്ഷി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയെ കുറിച്ച് പറഞ്ഞത് കാലം സാക്ഷി. അപ്പൊ ഇക്കൂട്ടത്തിൽ ഞാൻ പ്രശസ്തരായിട്ടുള്ള മറ്റു പല മുഖ്യമന്ത്രിമാരുടെയും ഒക്കെ ആത്മകഥയും കൂടെ പറഞ്ഞിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ കുഞ്ഞുഞ്ഞു കഥകൾ അല്പം കാര്യങ്ങളും PT ചാക്കോ എഴുതിയപ്പോൾ ഓക്കെ ഇദ്ദേഹത്തിന് ആത്മകഥ കാലം സാക്ഷി. ആ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക മറ്റുള്ള ആത്മകഥകളാണ് പതറാതെ മുന്നോട്ട്. ആരുടെ ആത്മകഥയാണ്? K കരുണാകരൻ. പതറാതെ മുന്നോട്ട് K കരുണാകരൻ അല്ലെ. ഒളിവുകാല സ്മൃതികൾ EK നായനാർ. സമരത്തിന് ഇടവേളകളില്ല VS അച്യുതാനന്ദൻ. അപ്പൊ ഇതാണ് മറ്റുള്ള പ്രധാനപ്പെട്ട പ്രശസ്തരായിട്ടുള്ള നേതാക്കന്മാരുടെ മുഖ്യമന്ത്രിമാരുടെ ആത്മകഥ. കാലം സാക്ഷിയാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. ഓക്കെ, ഇനി അടുത്തത് അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ KR മീരയുടെ നോവൽ ഏത്? അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ KR മീരയുടെ നോവൽ ഏതാണ്? ഉത്തരം ഘാതകൻ. ഏതാണ്? ഘാതകൻ. അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ KR മീരയുടെ നോവലാണ് ഘാതകൻ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റിയതാരാണ്? J ദേവിക കേട്ടോ. J ദേവിക. നെക്സ്റ്റ്, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പുസ്തകം ഏത്? അപ്പൊ APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് ഓക്കെ മെമ്മറീസ് നെവർ ഡൈ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയതാരാണ്? ഡോക്ടർ നസീമ മരക്കാറും ഡോക്ടർ YS രാജനും. 50 തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഏത് പേരിലാണ്? അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ഇംഗ്ലീഷ് ടൈറ്റിൽ, ഈ പരിഭാഷയുടെ പേര് എന്താണ്? ഇംഗ്ലീഷിൽ എന്നുള്ളതാണ് വൺ എമംഗ് യു. അപ്പൊ വൺ എമംഗ് യു എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? MK സ്റ്റാലിൻ. ഓക്കെ, മാറ്റേഴ്സ് ഓഫ് ഡിസ്ക്രിഷൻ IK ഗുജറാളിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. എന്താണ്? മാറ്റേഴ്സ് ഓഫ് ഡിസ്ക്രിഷൻ IK ഗുജറാൾ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. മൈ അൺഫോർഗറ്റബിൾ മെമ്മറി മമതാ ബാനർജിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഇവരിപ്പോൾ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയാണ്. സിറ്റിസൺ ഡൽഹി മൈ ടൈംസ് മൈ ലൈഫ് മുൻ മുഖ്യമന്ത്രി, ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത്, 15 വർഷത്തോളം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത്തിന്റെ ആത്മകഥയാണ് സിറ്റിസൺ ഡൽഹി മൈ ടൈംസ് മൈ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദി കോവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ദി കോവനന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം എബ്രഹാം വർഗീസ്. മനസ്സിലാക്കുക, കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ 3 തലമുറയുടെ കഥയാണ് ഈ പറയുന്ന പുസ്തകത്തിലൂടെ പരാമർശിക്കപ്പെടുന്നത്. നോവലിൽ ഈ ഒരു കോവനന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പമ്പ. ഏതാണ്? പമ്പ. ആരാണ് എഴുതിയിരിക്കുന്നത്? എബ്രഹാം വർഗീസ്. ഓക്കെ, നെക്സ്റ്റ്, ദി ബുക്ക് ഓഫ് ലൈഫ് മൈ ഡാൻസ് വിത്ത് ബുദ്ധ ഫോർ സക്സസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ്? ദി ബുക്ക് ഓഫ് ലൈഫ് മൈ ഡാൻസ് വിത്ത്
ബുദ്ധ ഫോർ സക്സസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? വിവേക് അഗ്നിഹോത്രി. ആരാണ്? വിവേക് അഗ്നിഹോത്രി കേട്ടോ, വിവേക് അഗ്നിഹോത്രി. ഓക്കെ, വിവേക് അഗ്നിഹോത്രിയുടെ പ്രശസ്ത സിനിമകളാണ് കശ്മീരി ഫയൽസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ആണെങ്കിൽ താഷ്കെന്റ് ഫയൽസും. കശ്മീരി ഫയൽസും താഷ്കെന്റ് ഫയൽസും. ഓക്കെ, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു കശ്മീരി ഫയൽസ് എന്ന് പറയുന്നത്. താഷ്കെന്റ് ഫയൽസ് മറ്റൊരു സിനിമയാണ്. വിവേക് അഗ്നിഹോത്രി അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദ ബുക്ക് ഓഫ് ലൈഫ് മൈ ഡാൻസ് വിത്ത് ബുദ്ധ ഫോർ സക്സസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകമായ യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാണ്? പ്രശസ്ത ജൂറിസ്റ്റ് ആണ്. ഓക്കെ, പ്രശസ്ത അഡ്വക്കേറ്റ് ആണ്. ഓക്കെ, മനസ്സിലാക്കുക, ഫാലി എസ് നരിമാൻ. അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകമായ യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്, അതിന്റെ രചയിതാവാണ് ഫാലി എസ് നരിമാൻ. ഓക്കെ, ഫാലി എസ് നരിമാന്റെ ആത്മകഥയാണ് ഓർമ്മ മങ്ങുന്നതിന് മുമ്പ്, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് കേട്ടോ, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ അതും ഭൂരിഭാഗം കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഓർത്തിരിക്കാം, ഗോഡ് സേവ് ദി ഓണറബിൾ സുപ്രീം കോർട്ട് 1. 2, ഇന്ത്യാസ് ലീഗൽ സിസ്റ്റം can it be saved? India's legal system, can it be saved? The state of the nation. ഓക്കെ, ഇത്രയും കൃതികൾ അദ്ദേഹം എഴുതിയതാണ്, അദ്ദേഹം രചിച്ചതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്, ഓർമ്മ മങ്ങുന്നതിന് മുമ്പ് കേട്ടോ. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ കൃതി നമ്മൾ ഡിസ്കസ് ചെയ്ത കൃതി ഏതാണ്? യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ചോദ്യത്തിൽ വന്ന കൃതി യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. 54, ഹിസ്റ്ററി ലിബറേറ്റഡ് ശ്രീചിത്ര സാഗ എന്ന പുസ്തകം രചിച്ചതാരാണ്? ഹിസ്റ്ററി ലിബറേറ്റഡ് ശ്രീചിത്ര സാഗ എന്ന പുസ്തകം രചിച്ചതാരാണ്? ഉത്തരം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായ്. നെക്സ്റ്റ്, മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയെ കുറിച്ച് പ്രണബ് മൈ ഫാദർ എ ഡോട്ടർ റിമെമ്പേഴ്സ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സ്വാഭാവികമായിട്ടും ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പ്രണബ് കുമാർ മുഖർജിയുടെ മകളായിരിക്കും. ഓക്കെ, അവരുടെ പേരെന്താണ്? ശർമിഷ്ഠ മുഖർജി നർത്തകിയാണ്. രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയുടെ മകളാണ്. അവരാണ് പ്രണബ് മൈ ഫാദർ എ ഡോട്ടർ റിമെമ്പേഴ്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതിയായിരുന്നു പ്രണബ് മുഖർജി എന്ന് മനസ്സിലാക്കുക. 13ാമത്തെ രാഷ്ട്രപതിയായിരുന്നു പ്രണബ് മുഖർജി. ഓക്കെ, 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ EV രാമകൃഷ്ണന്റെ ഗ്രന്ഥം ഏത്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ EV രാമകൃഷ്ണന്റെ ഗ്രന്ഥം ഏത്? ഇദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. മുമ്പ് ഇദ്ദേഹത്തിന് മറ്റൊരു പുരസ്കാരം കിട്ടിയത് ചോദ്യമായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. ഓക്കെ, ആ പുസ്തകത്തിന് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ആരാണ് ഗ്രന്ഥകാരൻ? ആരാണ് എഴുത്തുകാരൻ? EV രാമകൃഷ്ണൻ. ഇത് മനസ്സിലാക്കുക. PSCയുടെ മുൻ ചോദ്യം എന്താണ്? 2018 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി ആരായിരുന്നു? 2018 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി EV രാമകൃഷ്ണനാണ്. PSC ചോദിച്ചിട്ടുണ്ട്, മുമ്പത്തെ ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ആ EV രാമകൃഷ്ണന് അന്ന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതും ഏതായിരുന്നു? ഏത് നോവലിന്റെ ബേസിസിലായിരുന്നു? ഓക്കെ, ഏത് പുസ്തകത്തിന്റെ ബേസിസിലായിരുന്നു? മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. അപ്പൊ മലയാള നോവലിന്റെ ദേശകാലങ്ങളൊക്കെ 2018 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നു. ഇതൊരു നിരൂപണ ഗ്രന്ഥമാണ്. മലയാള നോവലിന്റെ ദേശകാലങ്ങൾക്ക് 2018 ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെയാണെങ്കിൽ ഇപ്പോൾ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നു EV രാമകൃഷ്ണന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം എസ് ജയശങ്കർ. ഓക്കെ, സുബ്രഹ്മണ്യ ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാണ്, നിലവിലെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ്. ഓക്കെ, ഡിപ്ലോമാറ്റ് ആയിരുന്നു. വൈ ഭാരത് മാറ്റേഴ്സ് കേട്ടോ. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ദ ഇന്ത്യൻ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസർട്ടൈൻ വേൾഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച സാഹിത്യകാരൻ TN പ്രകാശിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതി എന്നുള്ളതാണ് ചോദ്യം. TN പ്രകാശിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം താപം എന്ന് പറയുന്നത് TN പ്രകാശിന്റെ കൃതിയാണ്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ ഒരു കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ വർഷം അന്തരിച്ചു. അപ്പോൾ 2005 TN പ്രകാശിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. TN പ്രകാശിന്റെ മറ്റുള്ള പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ് വളപട്ടണം പാലം. നോട്ട് ചെയ്യേണ്ട ഒരു കൃതിയാണ് കേട്ടോ, വളപട്ടണം പാലം. ഇന്ത്യയുടെ ഭൂപടം, ദശാവതാരം, സ്നേഹദൃശ്യങ്ങൾ, സൗന്ദര്യലഹരി, കൈകേയി, ഓക്കെ, തണൽ, വിധവകളുടെ വീട്, കിളിപ്പേച്ചി കേക്കവ,
ചന്ദന, നട്ടാൽ മുളയ്ക്കുന്ന നുണകൾ. നോട്ട് ചെയ്തോണേ, നട്ടാൽ മുളയ്ക്കുന്ന നുണകൾ കേട്ടോ, നട്ടാൽ മുളയ്ക്കുന്ന നുണകൾ. തൊട്ടാൽ പൊള്ളുന്ന സത്യങ്ങൾ, തൊട്ടാൽ പൊള്ളുന്ന സത്യങ്ങൾ. വാഴയില, നക്ഷത്ര വിളക്കുകൾ, വീഞ്ഞ്, വീഞ്ഞ് മറക്കല്ലേ, വീഞ്ഞ്, വളപട്ടണം പാലം, നട്ടാൽ മുളയ്ക്കുന്ന നുണകൾ. ഇത്രയും കൃതികൾ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്തോണം. അക്കൂട്ടത്തിൽ താപം എന്ന് പറയുന്ന കൃതി കൂടെ നോട്ട് ചെയ്യുക. ഓക്കെ, പറ്റുമെങ്കിൽ ഇതെല്ലാം എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നെക്സ്റ്റ് 59ാമത്തെ ചോദ്യം, ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന കൃതിയുടെ രചയിതാവാണ്. ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് സാം പിത്രോഡ് അല്ലെ. ഓക്കെ, ഇന്ത്യയിൽ ടെക്നോളജി റവല്യൂഷന്റെ ഭാഗമായിട്ട് അതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് സാം പിത്രോഡ് എന്ന് പറയുന്നത്. രാജീവ് ഗാന്ധിയുടെ ഉപദേഷ്ടാവൊക്കെ ആയിരുന്നു സാം പിത്രോഡ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ദി ഐഡിയ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, അവസാനത്തെ ചോദ്യം, വഴിയിൽ വീണ വെളിച്ചം, വഴിയിൽ വീണ വെളിച്ചം, വഴിയിൽ വീണ വെളിച്ചം എന്നുള്ള കവിതാ സമാഹാരം രചിച്ചതാരാണ്? വഴിയിൽ വീണ വെളിച്ചം എന്നുള്ള കവിതാ സമാഹാരം രചിച്ചത് PR ഗോപിനാഥൻ നായർ. ആരാണ്? PR ഗോപിനാഥൻ നായർ കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാഹിത്യത്തിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട കൃതികൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതായിരിക്കും. അപ്പൊ ഇതുവരെയുള്ള ക്ലാസ്സുകൾ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സുകളോ അതിന് മുമ്പത്തെ ക്ലാസ്സുകളോ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും വരുന്ന LDC, LPUP, CPO തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും, ഈ വർഷത്തെ 10th പ്രിലിംസ്, LGS അടക്കമുള്ള എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിനുശേഷം 2023 ഈ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമ്മൾ 2023 കറണ്ട് അഫയേഴ്സും കൂടെ 24 കറണ്ട് അഫയേഴ്സും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.